പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ സ്നേഹം നിറഞ്ഞ ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഇസ്ലാമിൽ മാനുഷികമായ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് മാതാപിതാക്കളോടുള്ള ബന്ധം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന കൽപ്പന കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞത് മാതാപിതാക്കളോടുള്ള നന്മ ചെയ്യുന്ന കാര്യത്തിലാണ്. സൂറത്ത് ഇസ്രായിൻ്റെ 23-ാം അധ്യായത്തിൽ അള്ളാഹു പറയുന്നു, തന്നെയല്ലാതെ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും. മാതാപിതാക്കൾ ഒരാളോ അവരിൽ 2 പേരും നിന്റെ അടുക്കൽ വാർദ്ധക്യം പ്രാപിച്ചാൽ അവരോട് എന്ന വാക്ക് പറയരുതെന്നും അവരോട് കയർത്ത് സംസാരിക്കരുതെന്നും അവരോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നും. ഇതെല്ലാം ഒരു മാതാപിതാക്കളോട് നമ്മൾ ചെയ്യേണ്ട കടപ്പാട് എന്തുമാത്രമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഒരു അനുചരൻ്റെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം മറുപടി പറഞ്ഞു, ഞാൻ നബിയെ ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളതെന്ന് ചോദിച്ചപ്പോൾ 3 തവണ നിൻ്റെ മാതാവിനോടും 4ാമത്തെ തവണ നിൻ്റെ പിതാവിനോടെന്നും നബി അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് മാതാപിതാക്കളോട് കടപ്പാട് എന്തുമാത്രം നമുക്കുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടണം. പിതാവ് സ്വർഗത്തിൻ്റെ മധ്യകവാടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ മാനിക്കാതെ ഒരിക്കലും ഒരാൾക്കും ഒരു സ്വർഗം നേടാൻ കഴിയുകയില്ല. നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടാലും അവരോടുള്ള ബാധ്യത നമുക്ക് തീരുന്നില്ല. അവരുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും നല്ല നിലയിൽ പ്രവർത്തിക്കണമെന്നും അവർക്ക് നാം സദാസമയം പ്രാർത്ഥിക്കണമെന്നും അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിൻ്റെ ഈ ലോകത്ത് ഒന്നിലധികം മക്കളുള്ള മാതാപിതാക്കളെ ഓരോ മക്കളും സംരക്ഷണ ചുമതല ഏറ്റെടുത്ത് അവരെ വീടാന്തരം മാറ്റിത്താർമിച്ച് അവർക്ക് പ്രയാസം നൽകുകയാണ്. മറിച്ച് അവർക്ക് താല്പര്യമുള്ള ഒരു വീട്ടിൽ നിർത്തി അവരുടെ സംരക്ഷണ ചുമതല എല്ലാവരും കൂടി ഏറ്റെടുക്കുകയല്ല വേണ്ടത്. ഉയർന്ന നിലയിൽ ഉള്ള മക്കൾ വേഗം എന്ത് ചെയ്യും? അവരുടെ സംരക്ഷണ ചുമതല ഒരു ഹോം നഴ്സിനെ ഏൽപ്പിച്ച് തൻ്റെ ബാധ്യതയെല്ലാം കഴിഞ്ഞു എന്ന രൂപത്തിലേക്ക് മാറുന്നു. വാർദ്ധക്യമാകുമ്പോൾ അവർക്ക് വരെ സമ്പത്തിൻ്റെയോ സൗകര്യങ്ങളുടെയോ ആവശ്യമല്ല അവരുദ്ദേശിക്കുന്നത്. ഏതൊരു മാതാപിതാവും തൻ്റെ വാർദ്ധക്യം ആഗ്രഹിക്കുന്ന അവർക്ക് നൽകുന്ന ഒരു പരിഗണനയാണ്. അതുപോലെ അവരെ നമ്മൾ കേൾക്കാനുള്ള ഒരു മനസ്സും അവരെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പിക്കുമ്പോൾ അവരെ പരിപാലിച്ച് സ്വർഗം നേടുകയാണ് വേണ്ടത്. സ്വർഗം നേടാനുള്ള ഏറ്റവും വലിയ ഒരു വഴിയാണ് തൻ്റെ മാതാപിതാക്കളെ വേണ്ട രീതിയിൽ സംരക്ഷിക്കുക എന്നത്. വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവർക്ക് തൻ്റെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കാൻ വേണ്ടി അള്ളാഹു നമ്മെ സൂറത്ത് ഇസ്രായിൻ്റെ 24-ാം അധ്യായത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. നാം ഒരു കാര്യം മാതാപിതാക്കളെ അവഗണിക്കുന്ന നാം ഒരു കാര്യം ഓർക്കണം, നമ്മോ ഈ സന്ദർഭത്തിലൂടെ കടന്നു പോകേണ്ടവരാണ്. അതുകൊണ്ട് നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.